ഇതോട് ബന്ധപ്പെട്ടുകൊണ്ട് വേറൊരു ഗൗരവതരമായ കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യക്തമാക്കാൻ ആഗ്രഹിക്കും. അത് SIR സംബന്ധിച്ചാണ്. SIR സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനാണ്. അതിതീവ്ര പരിശോധന എന്ന് പറയുന്നു. വോട്ടർ പട്ടിക ആ പേര് പറഞ്ഞുകൊണ്ട് അവർ പുതുക്കിപ്പണിയുകയാണ്. അതിൻ്റെ ഭാഗമായി ഓടിപ്പിടിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്കോ വോട്ടർമാർക്കോ ഒന്നും മതിയായ സമയം കൊടുക്കാതെ ഇലക്ഷൻ കമ്മീഷൻ ദിവസങ്ങളും മണിക്കൂറും എണ്ണിപ്പറഞ്ഞുകൊണ്ട് ആ പ്രക്രിയ പൂർത്തിയാക്കിയെന്ന് അവകാശപ്പെടുന്നു. പൂർത്തിയാക്കി എന്ന അവകാശവാദത്തിൻ്റെ ഭാഗമായി സഹകരിച്ച എല്ലാ ജനങ്ങളോടും ഇലക്ഷൻ കമ്മീഷൻ ഒരു നന്ദിയും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ ആർക്ക് വേണ്ടിയാണ്? ഒരു ചടങ്ങാണോ അത്? ഒരു കാട്ടിക്കുട്ടയ്ക്ക് മാറ്റാൻ പറ്റുമോ അതിനെ? ഇലക്ഷൻ, തെരഞ്ഞെടുപ്പ് ജനാധിപത്യ പ്രക്രിയയുടെ അടിസ്ഥാനമാണ്. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, സ്വതന്ത്രമായ നീതിപൂർവകമായ ഇലക്ഷൻ, അത് വാഗ്ദാനമാണ് നമ്മുടെ ഭരണഘടനയുടെ. ആ വാഗ്ദാനം പാലിക്കാൻ നിയമപരമായും ഭരണഘടനാപരമായും കടപ്പെട്ട കമ്മീഷനാണ് ഇലക്ഷൻ കമ്മീഷൻ. ആ കാര്യം ഇന്ത്യക്കറിയാം, അത് ഭരണഘടനയ്ക്കും അറിയാം. അറിയാത്ത ഒരു കേന്ദ്രമേ ഉള്ളൂ, അത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. ECI എന്നാണ് ചുരുക്കപ്പേര്. ഞാൻ ഗൗരവമായി ചോദിക്കുകയാണ്, ECIയുടെ ഫുൾ ഫോം ഇലക്ഷൻ കമ്മീഷൻ മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ? ഇപ്പോൾ നാം കാണുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഓഫ് ഇഡിയോക്രസി എന്ന് പറയണം. ഇഡിയോക്രസിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയായി ഇലക്ഷൻ കമ്മീഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും അതെ. ബീഹാറിലതെ, മഹാരാഷ്ട്രയിലതെ, ആസാമിലതെ, ഇപ്പോഴിതാ കേരളത്തിലും ആ ഇഡിയോക്രസിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അത് പൂർത്തീകരിച്ചുവെന്ന് അവർ പറയുന്നു. ഇനിയിപ്പോൾ പിഴവുകൾ നികത്താനും തിരുത്താനും അല്പം ദിവസങ്ങളുണ്ടെന്ന് പറയുന്നു. ഈ പറയുന്ന ഡ്രാഫ്റ്റിൽ, കരടിൽ എന്തെങ്കിലും ഭേദഗതി ഉണ്ടെങ്കിൽ ആ കരടിൽ വരുത്തേണ്ട മാറ്റങ്ങൾക്കായി അല്പം ദിവസങ്ങളുണ്ടെന്ന് അവർ പറയുന്നു. എത്രമാത്രം അത് പ്രാവർത്തികമാക്കപ്പെടുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. അവരുടെ ലക്ഷ്യം പരമാവധി വോട്ടർമാരെ വെട്ടിമാറ്റലാണ്. പരമാവധി പൗരന്മാർക്ക് വോട്ടവകാശം നിഷേധിക്കലാണ്. ജനങ്ങൾക്കുള്ള അവകാശമാണ് വോട്ടവകാശം. അതില്ലെങ്കിൽ ഡെമോക്രസി ഇല്ല. ആ ഇലക്ഷൻ പ്രക്രിയയുടെ ആത്മാവാണ് വോട്ടർ പട്ടിക. വോട്ടർ പട്ടിക ആത്മാവാണ് അതിൻ്റെ. ഈ ആത്മാവിനെയാണ് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഓഫ് ഇഡിയോക്രസി എന്ന് വിളിക്കേണ്ടുന്ന ഈ കമ്മീഷൻ ഇപ്പോൾ മാറ്റിയെഴുതാൻ ശ്രമിക്കുന്നത്. അതൊരിക്കലും ഡെമോക്രസിയെ മുന്നോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല. അത് ജനാധിപത്യ വ്യവസ്ഥയെ വെല്ലുവിളിക്കലാണ്. അത് ഭരണഘടനാ പ്രമാണങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ആ ലംഘനങ്ങൾ വെച്ചു പൊറിപ്പിക്കാനാകില്ല. ഇപ്പോൾ പുറത്തു വന്ന കണക്കുകൾ ഞാൻ വായിക്കട്ടെ. എല്ലാ കണക്കുകളും വായിക്കാൻ ഉണ്ടെങ്കിലും ഞാനത് പേരെടുക്കുന്നില്ല. BJP അവരുടെ പാർട്ടിക്ക് വിജയിക്കാനുള്ള സാധ്യതയെപ്പറ്റിയുള്ള പഠനത്തിൻ്റെ ഭാഗമായി എന്ന് പറയുന്നു.
ചില ചില മണ്ഡലങ്ങളെ പറ്റി പറയുന്നുണ്ട്. കേരളത്തിലെ ചില മണ്ഡലങ്ങൾ BJPയുടെ A ക്ലാസ് ആണ് അത്രേ. A ക്ലാസ്. ചില മണ്ഡലങ്ങൾ A+ ആണ് പോലും. ഈ A+ൻ്റെയും എയുടെയും ബിയുടെയും എല്ലാം കണക്ക് പറയുന്ന BJPയുടെ പട്ടിക പ്രകാരം ആ പട്ടിക ദിവാസ്വപ്നമാണ്. ആ പട്ടിക മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ്. ആ പട്ടിക ഞാൻ ആദരപൂർവ്വം ശ്രീനിവാസന് കൊടുത്തുകൊണ്ട് പറയുന്നു, ഒരിക്കലും നടക്കാത്ത BJPയുടെ സ്വപ്നമാണ്, മനോഹര സ്വപ്നമാണ്. ഒരിക്കലും നടക്കാത്ത BJPയുടെ മനോഹരമായ സ്വപ്നമാണ് ഈ പറയുന്ന A+ഉം Aയും എല്ലാം എന്ന് ഞാൻ വ്യക്തമാക്കുന്നു. നടക്കാൻ പോകുന്നില്ല.